നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് പ്രതി സ്വപ്ന സുരേഷിന് പോലീസിനെ മറികടന്ന് ബംഗളൂരുവിലെത്താൻ ഉറക്കമൊളിച്ച് കാവൽ നിന്നത് ADGP MR അജിത് കുമാർ. സ്വപ്ന മുഖ്യമന്ത്രിക്കെതിരെ മൊഴി കൊടുത്തോ എന്നറിയാൻ കൂട്ടുപ്രതി സരിത്തിനെ തട്ടിക്കൊണ്ടുപോയത് അജിത് കുമാറിന്റെ വിജിലൻസ് സംഘം. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായി കൂടിക്കാഴ്ച നടത്തിയത് ലോ ആൻഡ് ഓർഡർ ചുമതലയിലിരിക്കെ അജിത് കുമാർ. RSS നേതാവ് റാം മാധവുമായി 2 തവണ കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഇതേ വിശ്വസ്തൻ. BJPയുമായും RSSുമായും രഹസ്യബന്ധം സൂക്ഷിക്കുന്നത് ആരെന്നതിൽ LDF UDF പരസ്പര ആരോപണം കൊഴുക്കുന്ന ഇതേ സമയത്താണിത്. കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറഞ്ഞിട്ടും സ്വർണ്ണക്കടത്തിലോ മകൾക്കെതിരായ അന്വേഷണത്തിലോ തരിമ്പ് തെളിവ് പോലും കിട്ടാത്തതെന്തേ എന്ന ചോദ്യമുയരുമ്പോൾ സർവപ്രതാപിയായ IPS ഉദ്യോഗസ്ഥന്റെ പിണറായി കൂറ് നിർദോഷമെന്നാണോ MV ഗോവിന്ദനും MB രാജേഷും ഒക്കെ പറഞ്ഞു സ്ഥാപിക്കാൻ നോക്കുന്നത്? അന്വേഷണ റിപ്പോർട്ട് എതിരായിട്ടും മുഖ്യമന്ത്രിയുടെ ലാളനയിൽ സുരക്ഷിതനായി നിൽക്കുന്ന MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പാലമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, മുസ്ലിം ലീഗ് നേതാവ് ശ്രീ ഷിബു മീരാൻ, പൊതുപ്രവർത്തകനായ ശ്രീ MK ഹരിദാസ്, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ K ഗണേഷ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം അഡ്വക്കേറ്റ് BN ഹസ്കർ, എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്? ഇതൊരു LDF സർക്കാരിന് ഭൂഷണമാണോ ഈ കാര്യങ്ങൾ? ADGP MR അജിത് കുമാർ എത്രമാത്രം കളങ്കിതനാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ആരോപണങ്ങളായി വന്നിട്ടുള്ളതാണ്. അതിൽ ഈ PV അൻവറിൻ്റെ ഈ ആരോപണ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന് മുൻപ് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്ന് തന്നെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിരുന്ന സരിത്ത് പറയുകയാണ്, ഇവരെല്ലാം കൂട്ടുകക്ഷികളായിരുന്നുവല്ലോ ഒരു സമയത്ത്. അജിത് കുമാറും സരിത്തും സ്വപ്നയും സന്ദീപ് നായരും ഇവരൊക്കെ ശിവശങ്കരും ഒക്കെ ഇപ്പോൾ ആ സംഘത്തിൽ നിന്ന് തന്നെ വെളിപ്പെടുത്തൽ വരികയാണ്. അതിൽ സരിത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്. സ്വപ്ന സുരേഷിന് കേരളത്തിൽ നിന്ന് രാഖി രാമാനം ബംഗളൂരുവിലേക്ക് കടക്കാൻ ലോക്ക്ഡൌൺ സമയത്ത് പോലീസിനെ പോലും മറികടന്ന് ADGP സഹായം നൽകുകയാണ്. അന്ന് ലോ ആൻഡ് ഓർഡറിലല്ല ഈ പറയുന്ന MR അജിത് കുമാർ, വിജിലൻസിന്റെ മേധാവിയായിരുന്ന സമയത്താണ്. അപ്പോൾ അജിത് കുമാറിന്റെ ഈ ബന്ധങ്ങളൊക്കെ സർക്കാരിന് പിന്നീട് അറിയാമായിരുന്നു. കാരണം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ വരുന്നതാണ്. അതല്ല, ഞാൻ ഈ പറഞ്ഞ സംഭവത്തിന് ശേഷം അന്വേഷണ റിപ്പോർട്ട് പോലും എതിരായി വന്നതാണ്. എന്നിട്ടും എങ്ങനെയാണ് ഇങ്ങനെ ഒരു ലാളന ഈ ഉദ്യോഗസ്ഥന് കിട്ടുന്നത്? ശ്രീ BN ഹസ്കർ. മഞ്ജുഷ, ഏറെ കൗതുകകരവും അതിലേറെ ഭയാനകവും ജിജ്ഞാസകരവുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. കേരളത്തിൻ്റെ ക്രൈം ADGP ആയിട്ടുള്ള ശ്രീ MR അജിത് കുമാറിനെ സംബന്ധിച്ച് ഒരുപക്ഷെ പൊടിപ്പും തെങ്ങലും വെച്ചിട്ടുള്ള കെട്ടുകഥകളും അതുപോലെ അതിലേറെ ഭയാനകമായിട്ടുള്ള വാർത്തകളുമായിട്ടാണ് ഇന്ന് മാധ്യമങ്ങളാകമാനം വന്നുകൊണ്ടേയിരിക്കുന്നത്. സ്വാഭാവികമായും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനും അപ്പുറം, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിനും അപ്പുറമൊക്കെ ഇത്തരം പ്രവൃത്തികൾ നടക്കുമോ എന്ന് ഒരു അപസർപ്പക കഥയിലെ ഭയാനകവും അല്ലെങ്കിൽ ഭീതികരവുമായിട്ടുള്ളൊരു കഥാപാത്രത്തെ പോലെ ഇപ്പോൾ നിങ്ങളിങ്ങനെ ശ്രീ MR അജിത് കുമാറിനെ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത്തരത്തിൽ കൗതുകത്തോടെയാണത് കാതോർത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത് മെയ്യിൽ 2023 മെയ്യിലാണ് അദ്ദേഹം ദത്താത്രേയ ഹൊസബലയെ കാണുന്നത്. തൃശ്ശൂരിൽ RSSന്റെ ബൈഠക് നടക്കുന്ന സ്ഥലത്ത് വെച്ച് സ്വകാര്യ സന്ദർശനം നടത്തുന്നു. അതിനുശേഷം അദ്ദേഹം RSS നേതാവായിട്ടുള്ള രണ്ട് നേതാക്കന്മാരെ, ഒരു നേതാവിനെ 2 തവണ കാണുന്നു എന്ന് വാർത്തകൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും നാം ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പോലീസ് നയത്തിനും വിരുദ്ധമായി, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ബോധ്യത്തിന് വിരുദ്ധമായി അദ്ദേഹം RSS നേതാക്കന്മാരെ കാണുന്നു എന്നുള്ളത് അതൊരു വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഒരു പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. നിങ്ങളിപ്പോൾ ആരോപിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ വിമർശകർ ആരോപിക്കുന്നത് പോലെയോ അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു പാലമിട്ടതാണ് എന്ന അർത്ഥത്തിൽ അത് വ്യാഖ്യാനിച്ചാൽ ആ വ്യാഖ്യാനം എത്രത്തോളം ശരിവെക്കുന്നു, അല്ലെങ്കിൽ ആ വ്യാഖ്യാനത്തോടൊപ്പം എത്ര ആളുകൾ ചിന്തിക്കുന്നു എന്നുള്ളതൊരു വലിയ സംശയം തന്നെ കേരളത്തിലുടനീളം ഉയർന്നു വരുമെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഞാൻ കാണുന്നത് ഇതിലപ്പുറം നേരത്തെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിലൊരു ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഉണ്ടായിരുന്നു.
ആ DG അക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്നത്തെ ഗവൺമെൻറ്റുമായും അതുപോലെ തന്നെ അന്നത്തെ ജനപ്രതിനിധികളായിട്ടൊക്കെ ഏതു രീതിയിലാണ് അദ്ദേഹം പെരുമാറിയതെന്ന് നമുക്ക് മുന്നിൽ അനുഭവങ്ങളുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹം BJPയുടെ പാളയത്തിൽ എത്തി എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഉള്ള വിവരങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീ സെൻകുമാർ സാറിനെ കുറിച്ചാണ്. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുമായും UDFൻ്റെ കാലഘട്ടത്തിൽ DGP ആയിരുന്നു. അതിനുശേഷം ഇടതു ജനാധിപത്യ മുന്നണിയുമായി പലപ്പോഴും കലഹിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം BJPയുടെ പാളയത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ട്. താങ്കൾ ഈ പറഞ്ഞു വരുമ്പോഴും അതുപോലെ തന്നെ അജിത് കുമാറിനും അങ്ങനെയുള്ള RSS ബന്ധം, BJP ബന്ധം ഉണ്ടെങ്കിൽ അത് സർക്കാർ അതിൽ ഉത്തരവാദിയല്ല എന്നല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ലേ? ഹലോ, കട്ടായേ? ഇല്ല, കേൾക്കുന്നില്ലേ? കേട്ടില്ല അല്ലേ? ശരി. ഞാൻ ഷിബു മീരയിലേക്ക് പോകുന്നതിന് മുൻപ് ഇപ്പോൾ K. ഗണേഷ് ഉണ്ട്. BJPയുടെ നേതാവാണ്. അദ്ദേഹം യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ K. ഗണേഷ്, ഇപ്പോൾ നിങ്ങൾക്ക് പറയാം RSSുമായി ആരെങ്കിലും കൂടിക്കാഴ്ച നടത്തുന്നതിൽ എന്താണ് പ്രശ്നം? RSS എന്ന് പറയുന്നത് ഒരു നിരോധിത സംഘടനയല്ല. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ UDFും LDFും പറയുന്ന കാര്യങ്ങളുണ്ട്. RSSുമായിട്ടും BJPയുമായിട്ടും രഹസ്യബന്ധം അവർ പരസ്പരം ആരോപിക്കുകയാണ്. LDF പറയും UDFും BJPയും RSSുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് തിരിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ആൾ, അതുമല്ല ഇതേ ADGP തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം, ഈ തെളിവ് നശിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ തന്നെ ആരോപണം ഉന്നയിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ RSSന്റെ ഒരു സമുന്നതനായ നേതാവ് തന്നെയാണ്, ജനറൽ സെക്രട്ടറിയാണ്, ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ദത്താത്രേയ ഹൊസബലെ. അദ്ദേഹത്തെ കാണുന്നു എന്ന് പറയുമ്പോൾ അത് വെറുതെ നിർദോഷമായിട്ട് തള്ളിക്കളയണം, അതൊരു സാധാരണ സന്ദർശനമാണ് എന്ന് പറഞ്ഞൊഴിയുവാൻ കഴിയുമോ? അങ്ങനെയാണോ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? അല്ല, അതിൽ മഞ്ജുഷ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. RSS ഒരു നിരോധിത സംഘടനയല്ല. RSSന്റെ നേതാക്കന്മാർ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളെ കാണും, അവരെ തിരിച്ചും കാണാൻ ആളുകൾ വരും. അത് സ്വാഭാവികമാണ്. RSS ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ്. RSSലെ ഗവൺമെന്റ് എന്താ പറയുക, ജോലിയിൽ ഉള്ള ആളുകൾക്ക് പോലും RSSൽ പ്രവർത്തിക്കാം എന്ന് ഉള്ള വിധി വന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. നിരവധിയായിട്ടുള്ള ആളുകൾ ഈ RSSന്റെ ചുമതലപ്പെട്ട ആളുകൾ അവരുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളെ കാണുക തന്നെ ചെയ്യും. അതിലൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ ഇത് ഞാൻ ചോദിക്കട്ടെ, അങ്ങോട്ട് പോയി കണ്ടതൊന്നുമല്ലല്ലോ, അങ്ങോട്ട് അജിത് കുമാറിനെ പോയി കണ്ടതല്ലല്ലോ, അദ്ദേഹം ഇങ്ങോട്ടല്ലോ വന്ന് കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു തരത്തിലുള്ള ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ, അദ്ദേഹത്തിന്റെ സർക്കാരിനും അദ്ദേഹത്തിന്റെ പോലീസിനുമെതിരെ തന്നെ അദ്ദേഹത്തിന്റെ ഈ സർക്കാരിലെ ഒരു MLA തന്നെ ഒരു ആരോപണം ഉന്നയിച്ച് ഒരു മുൾമുനയിൽ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ടാണ് 2023 RSS ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദത്താത്രേയജിയെ കണ്ടു എന്ന് പറയുന്നത്. അതൊരു ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ശ്രദ്ധ തിരിയുന്നില്ല. അല്ല ഗണേഷ്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ശ്രദ്ധ തിരിയുന്നില്ല. കാരണം MR അജിത് കുമാറിന്റെ ബന്ധങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. പിന്നെ P. ശശിക്കെതിരെയുള്ള കാര്യങ്ങളും, കാരണം സംരക്ഷിക്കുന്നത് P. ശശിയാണ് എന്നും അൻവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ്, ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. അതിൽ ഒരു തരത്തിലുള്ള ശ്രദ്ധ തിരിയലിൻ്റെ ഒരു പ്രശ്നമേ ഗണേഷ് അക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് ഇതിപ്പോൾ ശരിയാണ്, RSS നേതാക്കൾ ആരെയും പോയി കാണുന്നതാണ്. അതിലൊരു പ്രശ്നവുമില്ല, ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ പ്രശ്നമില്ല എന്ന്. പക്ഷേ അവിടെ ചേർത്ത് വായിക്കേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ ഇതേ MR അജിത് കുമാർ തന്നെയാണ് ഈ സ്വപ്ന സുരേഷിനെ സഹായിച്ചത് ബംഗളൂരുവിലേക്ക് കടക്കാൻ. സംശയമില്ലാത്ത കാര്യമാണല്ലോ. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വിജിലൻസ് സംഘം വന്ന് സരിത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതും ഒക്കെ അന്ന് എന്തിനാണ് ഈ MR അജിത് കുമാർ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയത് എന്നുള്ള ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയതാണ് വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന്. പിന്നെ വലിയ പദവിയിൽ വരികയാണ് ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ ഗതി പിന്നീട് എന്തായി? അപ്പോൾ അവിടെ ആരോപണം വരുന്നത് എന്താണ്? കേന്ദ്ര ഏജൻസികൾ സഹായിച്ചു എന്നാണല്ലോ. അതിലൊരു BJP RSS സഹായം അക്കാര്യത്തിൽ കിട്ടിയെന്നുമാണ്. അപ്പോൾ ഈ ചേർത്ത് വായന നടത്തുമ്പോൾ കേരളത്തിൽ UDF ഈ RSS BJPയുമായിട്ട് അടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ 1-2 സീറ്റുകളിലൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുവാനായിട്ട് കോൺഗ്രസിന്റെ നേതാക്കൾ BJPയുടെ പ്രാദേശിക നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ടാവാം. അതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ RSSുമായിട്ട് കൃത്യമായിട്ടൊരു അടുപ്പം സൂക്ഷിക്കുന്നു മുഖ്യമന്ത്രി എന്നുള്ള ആരോപണത്തിന് ബലം നൽകുന്നതല്ലേ
ഈ ADGP ഈ ചെയ്തികൾ അത് ഒരു തവണയല്ല, റാം മാധവിനെയും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സർക്കാരിൽ തന്നെ വരുന്നയാൾ തന്നെയാണല്ലോ, ഭരണതലത്തിൽ പോലീസിനെ നിയന്ത്രിക്കുന്നയാൾ തന്നെയാണല്ലോ, ക്രമസമാധാന പാലനത്തിൻ്റെ ADGP എന്ന് പറയുമ്പോൾ ഏറ്റവും സുപ്രധാനമായ പദവിയിലിരിക്കുന്നയാളാണ്. DGPക്ക് ഇല്ലാത്ത അധികാരം പോലും ഈ ADGPക്ക് നൽകിയിട്ടുണ്ട് ഈ സർക്കാർ എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നുമില്ല, നിർദോഷമാണെന്ന് പറയരുത്. ഈ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയുമുള്ള ആരോപണങ്ങളുടെ മൂർച്ച കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തള്ളിക്കളയാൻ പറ്റുകയില്ല ഗണേഷ്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ ഈ RSSന്റെ ഞാൻ തുടക്കം ഒന്ന് മനുഷ്യൻ ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് RSSന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് RSSന്റെ നേതാക്കന്മാർ, ചുമതലപ്പെട്ട ആളുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളെ എല്ലാ വിഭാഗം ആൾക്കാരെയും, ഈ ജനസഞ്ചയത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരെയും കാണുകയും സമ്പർക്കം ചെയ്യുകയും അവരോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സാമൂഹികമായുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. അതിലൊരു യാതൊരുവിധ തെറ്റും ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സർക്കാർ നിങ്ങൾ തന്നെ പറയുന്നു P ശശിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഒരു MLA ഞാൻ പറഞ്ഞ പ്രതിപക്ഷത്തുള്ള ഒരു MLA അല്ല പറയുന്നത്, പ്രതിപക്ഷത്തുള്ള MLA അല്ല പറയുന്നത്, ഇതേ MLA തന്നെ ഫോൺ ചോർത്തിയതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ട് നടക്കുന്ന അധോലോക സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഒരു MLA തന്നെ പറയുന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ MLA പറയുന്നത് മുഖവിലക്കെടുക്കുക എന്ന് മാത്രമല്ല, ഇവിടെ MLAയുടെ നേതൃത്വത്തിൽ ഒരു അധോലോക സംഘമുണ്ട്, ഇവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുണ്ട്, പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ട്. ഇത്തരത്തിലുള്ള അധോലോക സംഘങ്ങൾ തമ്മിലുള്ള വീതം വെപ്പിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജനങ്ങളുടെ ചർച്ചയിൽ നിന്ന് അതിന്റെ ശ്രദ്ധ മാറ്റി നിർത്തണം. ആ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കട്ടെ, ഇതേ ആരോപണം ഉന്നയിച്ച VD സതീശൻ RSS വേദിയിൽ വന്നിട്ടില്ലേ? ഈ പ്രാവശ്യത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നിരവധിയായിട്ടുള്ള MLAമാർ ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഫോട്ടോകൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊക്കെ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ EP ജയരാജനെ, പ്രകാശ് ജാവദേക്കർ EP ജയരാജന്റെ മകന്റെ കുട്ടിയുടെ പാല് കൊടുക്കൽ ചടങ്ങിന് പോയതിന്റെ പേരിൽ പുറത്താക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതാണോ അതിന്റെ യഥാർത്ഥ കാരണം? അതായിരുന്നു അതിന്റെ യഥാർത്ഥ കാരണം അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അല്ലാതെ EP ജയരാജനെ കണ്ടതിന്റെ പേരിൽ പുറത്താക്കി എന്ന് പറയുന്നത് അതൊന്നും കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചു. ശരി ഗണേഷ്, സ്വർണ്ണക്കടത്ത് കേസിന്റെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എവിടെ പോയി എന്നുള്ള കാര്യമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിലും അഡ്വക്കേറ്റ് BN ഹസ്കറിന്റെ കോള് കട്ടായിരുന്നു നേരത്തെ. അഡ്വക്കേറ്റ് BN ഹസ്കർ ഇപ്പോൾ ഒരു സെക്കൻഡ് ഗണേഷ് താങ്കളിലേക്ക് വരാം. ഞാനൊന്ന് ഹസ്കറിന്റെ ഇടയ്ക്ക് ഞാൻ കണ്ടതുകൊണ്ടോ, RSSന്റെ ഒരു നേതാവിനെ കണ്ടതുകൊണ്ടോ, BJPയുടെ ഒരു നേതാവിനെ കണ്ടതുകൊണ്ടോ ഒരു ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷിക്കുന്ന കേസുകളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആരും കരുതേണ്ട ആവശ്യമില്ല. കാരണം ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് അവരുടേതായ ചില അന്വേഷണ കാര്യങ്ങളുണ്ട്. അതിൽ ചില എന്താ പറയുക, പല ദേശീയ തലത്തിലുള്ള പല കേസുകളും എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും നിരവധിയായ വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ശരി ഗണേഷ്, പക്ഷേ അങ്ങനെ ഒരു സൂചന പോലും കാണുന്നില്ല എന്നേ ഉള്ളൂ. അതാണ് ഞാൻ സൂചിപ്പിച്ച ഗണേഷ്. ഞാൻ വരാം. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇപ്പോൾ ഈ RSSുമായിട്ട് ചർച്ച നടത്തുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നുള്ള, ഇപ്പോൾ ഞാനിന്ന് MP രാജേഷിന്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. ഏതാണ്ട് ഇന്നലെ MP ഗോവിന്ദൻ പറഞ്ഞതിന് സമാനമാണ്. ഒരു ഉദ്യോഗസ്ഥൻ പോയി RSSന്റെ നേതാവിനെ കണ്ടതുകൊണ്ട് എന്ത് കുഴപ്പമാണ് ഉണ്ടാകുന്നതെന്ന്. പക്ഷേ ഇന്ന് തോമസ് ഐസക് അതിന് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതല്ലേ പാർട്ടിയുടെ നിലപാടെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു ഉദ്യോഗസ്ഥനായാലും ആരായാലും RSSുമായി ബന്ധം സ്ഥാപിക്കുന്നത് തെറ്റാണ്. ഇതാണ് CPMന്റെ നിലപാടെന്നാണ്. ഇതല്ലേ CPMന്റെ നിലപാട് അഡ്വക്കേറ്റ് BN ഹസ്കർ? മഞ്ജുഷ, ഇത് ഒരുപക്ഷെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശ്രീ MR അജിത് കുമാറിനെ പോലുള്ള ഏറ്റവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പോലീസ് നയവും രാഷ്ട്രീയവും ഒരുപക്ഷെ നടപ്പിലാക്കേണ്ട ബാധ്യത പരോക്ഷമായെങ്കിലും അദ്ദേഹത്തിനുണ്ട്, പ്രത്യക്ഷമായി ജനങ്ങളുടെ സേവകനാണെങ്കിൽ പോലും. അപ്പോൾ സ്വാഭാവികമായും RSSുമായി ഏതു തരത്തിലുള്ള ചങ്ങാത്തവും അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനമാണെങ്കിൽ പോലും അദ്ദേഹം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട്. ഏതൊരു വ്യക്തിയും RSSുമായി സഹകരിക്കുകയോ RSSന്റെ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുകയോ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും CPMന്റെ രാഷ്ട്രീയ നിലപാടല്ല. അതുകൊണ്ട് ശ്രീ MR അജിത്ത് അങ്ങനെ പോയത് അക്ഷന്തവ്യമായ അപരാധമാണെന്നാണ് പാർട്ടി കാണേണ്ടത്. അത്തരത്തിൽ പാർട്ടി അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തും എന്നു തന്നെയാണ് ഞാൻ കാണുന്നത്. ഗവൺമെൻറ്റാണ് ഇക്കാര്യത്തിൽ ശ്രീ MR അജിത് കുമാറിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കേണ്ടത്. അത് ഗവൺമെൻറ്റിൻ്റെ സ്വാതന്ത്ര്യവും ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്വവുമാണ് എന്നതാണ് എനിക്ക് ഇക്കട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്.
പാർട്ടിക്ക് പക്ഷേ ഇക്കാര്യത്തിൽ കാര്യം അദ്ദേഹം ഒരു CPM അതിനകത്ത് ഒരു കാര്യം ഞാൻ അല്ലെങ്കിൽ എന്ന് ഇടപെട്ടോട്ടെ. CPM മായി താങ്കളുടെ ചേർന്ന് ശരിയാണ്, നിൽക്കുന്ന പാർട്ടിയുടെ നിലപാട് താങ്കൾ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം, ഇതിപ്പോൾ ഈ MR അജിത് കുമാറിനെ എത്ര തവണയാണ് സർക്കാർ സംരക്ഷിച്ചത് എന്ന കാര്യത്തെപ്പറ്റി ഒരു റിസർച്ച് തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സ്വപ്ന സുരേഷിനെ സഹായിച്ചതും സ്വർണ്ണക്കടത്ത് കേസിലെ ഇടപെടലുമൊക്കെ വിജിലൻസ് മേധാവിയായ സമയത്ത് മാറ്റി നിർത്തി അന്വേഷണ റിപ്പോർട്ട് വന്നു. അതിനുശേഷം അദ്ദേഹം അതിനേക്കാൾ വലിയ പദവിയിൽ വന്നിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഇതിവിടെ തന്നെ RSSന്റെ ക്യാമ്പിൽ പോയി സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആളല്ല MR അജിത് കുമാർ. അവിടെ RSSന്റെ ക്യാമ്പ് നടക്കുന്ന സ്ഥലമാണ് പാറമേക്കാവിൽ. അവിടെ പോയാണ് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയത് MR അജിത് കുമാർ. ഈ കാര്യം 2023 മെയ് 22 ചർച്ച നടത്തിയ കാര്യം തൊട്ടടുത്ത ദിവസം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ട്, ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സർക്കാരിന്. ഒരു നടപടിയും എടുത്തില്ലല്ലോ. അപ്പോൾ RSSുമായി ഉദ്യോഗസ്ഥൻ ചർച്ച നടത്തിയതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? മുഖ്യമന്ത്രിയാണ്. റാം മാധവുമായി ചർച്ച നടത്തിയ കാര്യം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ടല്ലോ. അപ്പോൾ സർക്കാരിനെ അറിയിച്ചാണോ അറിയിച്ചല്ലയോ എന്ന് പോയത് എന്നുള്ള കാര്യം ചർച്ച ചെയ്യാം. സർക്കാരിനെ അറിയിച്ചല്ല പോയതെങ്കിൽ അവിടെ നടപടി ഉണ്ടാകുമായിരുന്നു. സർക്കാരിനെ അറിയിച്ചു പോയത് കൊണ്ട് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നിട്ടും കാര്യമില്ലാതെ അട്ടത്ത് വെച്ചിരിക്കുകയാണ്. മഞ്ജുഷി, ഈ നമ്മുടെ നാട്ടിലെ ഏതൊരു വ്യക്തിയുടെയും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ നീക്കങ്ങളെയും സമഗ്രമായ ചാരക്കണ്ണരുകളിലൂടെ നോക്കിക്കാണുന്നതിനുള്ള കഴിവ് കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചിനുണ്ട്. അത് കേരളത്തിലുടനീളമുള്ള ഓരോ വ്യക്തിയെയും ഇത്തരത്തിൽ ഓരോ വസ്തുതകളെയും ഇത്തരത്തിൽ പോലീസ് സംരക്ഷിക്കുന്നുണ്ട്, പരീക്ഷിക്കുന്നുണ്ട്, അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഏതെങ്കിലും തരത്തിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന നിലയിൽ, സ്വകാര്യത എന്ന നിലയിൽ ആ വ്യക്തിക്ക് നടത്തിക്കു പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അക്കാര്യത്തിലുണ്ട്. ഇവിടെ ശ്രീ MR അജിത്ത് ഒരു സ്വകാര്യ സന്ദർശനമാണ് നടത്തിയതെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. പക്ഷെ അദ്ദേഹം ചെയ്യാൻ പാടില്ലായിരുന്നു. കാര്യം അദ്ദേഹം പോലീസിൻ്റെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുമ്പോൾ ഇത്തരത്തിൽ ദത്താത്രേയ ഹൊസബലിയോ റാം മാധവിനെയോ കാണാൻ പോകുന്നത് ശരിയല്ല. ഒരുപക്ഷെ ആ വിവരം പോലീസിൻ്റെ ഇൻ്റലിജൻസ് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ ആ വിവരം ലഭിച്ച മുറയ്ക്ക് മുഖ്യമന്ത്രി എടുക്കേണ്ട ചില നടപടികളുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആ പദവികളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ അത്തരത്തിൽ കാണിക്കാതിരുന്നത് ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ വിവാദമാകുന്ന ഘട്ടത്തിൽ അതൊരു വലിയ ചോദ്യചിഹ്നമായി വരേണ്ട സാഹചര്യമുണ്ട്. പലപ്പോഴും നിസ്സാരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചെയ്യുന്നതിന് ആഭ്യന്തര വകുപ്പിന് കഴിയാതെ വന്നിട്ടുള്ളതിൽ ഇതിൻ്റെ മറ്റൊരു സാഹചര്യവും മറ്റൊരു ഉദാഹരണവുമായി ഇതിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും മഞ്ജുഷ്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്കും ഇത് കൊട്ടി ആഘോഷിക്കുവാനുള്ള ഒരു സാഹചര്യമായിട്ട് വന്നത്. അല്ല, അതെന്തായാലും ആഘോഷിക്കപ്പെടും. കാരണം സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാട് ഈ താങ്കൾ പറഞ്ഞ പോലെയല്ല. അതുമാത്രമല്ല, പാർട്ടിയുടെ നിലപാട് അങ്ങനെയല്ല. MV ഗോവിന്ദൻ എത്ര നിസ്സാരമായിട്ടാണ് ഈ സംഭവത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതാണ്. അത് മാത്രമല്ല, സ്വർണ്ണക്കടത്തിലെ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഒരു തരിമ്പ് പോലും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീരവാദം അടിക്കുമ്പോൾ അത് എന്തുകൊണ്ട് കണ്ടെത്തിയിട്ടില്ല എന്ന ചോദ്യവും വരും. ഈ പറയുന്ന RSS CPM ബന്ധം, മുഖ്യമന്ത്രിയും RSS തമ്മിലുള്ള ബന്ധമൊക്കെ ചർച്ചയാകുമ്പോൾ ശ്രീ ഷിബു മീരാൻ അത്രമാത്രം നിഷ്കളങ്കമായി തള്ളിക്കളയാവുന്ന ഒന്നായിട്ട് കാണുന്നുണ്ടോ? ഇല്ലല്ലോ എന്തായാലും. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ VD സതീശനെതിരെയും അൻവർ പറയുന്നുണ്ട് RSSുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നയാളാണ് എന്ന്. മഞ്ജുഷ്, ഈ വിഷയത്തിൽ PV അൻവർ പറഞ്ഞതിന്റെ മുകളിലല്ല നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. ഇപ്പൊ അതിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ മുന്നോട്ട് പോയല്ലോ. അൻവർ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ADGP അജിത് കുമാർ ഒരു ഘട്ടത്തിൽ ഈ തൃശ്ശൂർ പൂരം കലക്കുന്നതിന് മുൻകൈ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ ഇപ്പോ അത് അൻവറിന്റെ ഒരു ആക്ഷേപമല്ല. നിങ്ങൾ തന്നെ ഇന്ന് പുറത്തുവിട്ടൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഇപ്പോ നമ്മുടെ മുന്നിലുണ്ട്. അതനുസരിച്ച് 2023 മെയ് മാസം 22-ാം തീയതി കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP ദത്താത്രേയ ഹൊസബലയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നീട് മനസ്സിലാക്കുന്ന അനുസരിച്ച് അതേ വർഷം ഡിസംബർ മാസത്തിൽ RSSന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള റാം മാധവനെ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് സംഭവിച്ചിട്ടുള്ള നാടകീയമായ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ട് അവിടെ രക്ഷകനെ പോലെ, ഒരു പൂരം നടത്തിപ്പുകാരനെ പോലെ, ഒരു നായക പരിവേഷത്തോടെ അന്നത്തെ BJP സ്ഥാനാർത്ഥി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ മുന്നിലുണ്ട്. ഇതൊരു ഭാഗത്ത്. ഇനി മറുഭാഗത്ത് ഇവിടെ ഇപ്പോ ഞാൻ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ സഹയാത്രികനായ എന്റെ സുഹൃത്ത് അഭിഭാഷകൻ
ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ ആർജവത്തെ അഭിവാദ്യം ചെയ്യാൻ തന്നെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. കാരണം ഒരു നിലക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം ഉള്ള ഒരു ഗവൺമെന്റിനോ ഇത്തരത്തിൽ സംഘപരിവാറിന്റെ നേതാവുമായി ചർച്ച നടത്തുന്ന ഒരു പോലീസ് ഓഫീസറെ വെച്ചുകൊണ്ടിരിക്കുക ഭൂഷണമല്ല എന്ന അദ്ദേഹത്തിന്റെ പരിമിതികൾക്കകത്ത് മിതമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു. പക്ഷെ അദ്ദേഹം മഞ്ജു തന്നെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വലിയ വിവാദമാവണ്ട എന്ന നിലക്ക് അതിനൊരു നിഷ്കളങ്കമായ കാരണം നൽകാൻ ശ്രമിക്കും. അവിടെയാണ് മഞ്ജുഷ് തന്നെ നേരത്തെ ഇവിടെ BJP പ്രതിനിധിയോട് ചോദിച്ചൊരു ചോദ്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതെന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്, CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് ഒരു ദിവസം പോലും ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം നിരന്തരം ED-യുടെ ചോദ്യം ചെയ്യലിന് ഹാജരാവുന്ന തിരക്കിലായിരുന്നു. ഇപ്പോ കേരളത്തിന്റെ നേരത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന പാർട്ടി നേതാവ് AC മൊയ്തീൻ പലവട്ടം ED അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചതാണ്, അദ്ദേഹത്തിന്റെ സ്വത്ത് കണ്ടുകെട്ടിയതാണ്. എന്നാൽ ഇപ്പോ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നതല്ലാതെ ഇപ്പോ കരുവന്നൂരിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഈ മാസപ്പടി കേസ്, അതിൽ SFIOയുടെ ഒരു അന്വേഷണം നടക്കുന്നു നമ്മൾ കേട്ടിരുന്നു. ചോദ്യം ചെയ്യാൻ പോകുന്നു, വെളുപ്പിക്കാൻ പോകുന്നു, അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, വീർപ്പ് മുട്ടിക്കുന്ന ഒരു അന്തരീക്ഷം ഇവർ കൊണ്ടുവന്നു. ഇപ്പൊ അതിനെക്കുറിച്ചും കേൾക്കുന്നില്ല. അവിടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് നിയന്ത്രിക്കുന്ന, ഇന്നിപ്പോ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയുണ്ടല്ലോ, സത്യത്തിൽ ഞാൻ അമ്പരപ്പോടെയാണ് ആ വാർത്ത കേട്ടത് മഞ്ജുഷ്. കാരണം എന്റെ പേരിൽ ഒരു കേസുണ്ട്. ആ കേസ് ഈ കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് എന്റെ വീട്ടിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരെയുള്ള തൊടുപുഴ പട്ടണത്തിൽ ഞാൻ ഒന്ന് പോവാൻ ശ്രമിച്ചതാണ് അത്യാവശ്യത്തിന്. എന്റെ പെരുമ്പാവൂരിന്റെ തൊടുപുഴയുടെ ഇടയിൽ ഒരു അങ്ങാടിയിൽ വെച്ചൊരു വലിയ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് പോലീസ് ഈ പാൻഡമിക് നിയമം ലംഘിച്ച് യാത്ര ചെയ്തതിന്റെ പേരിൽ എന്റെ പേരിൽ ചാർജ് ചെയ്തൊരു കേസുണ്ട്. അങ്ങനെ നമ്മൾ വീർപ്പ് മുട്ടിക്കഴിഞ്ഞ കേരളം അടച്ചിട്ട മുറിയിലിരുന്ന കർശനമായ നിയന്ത്രണങ്ങൾ ഈ സംസ്ഥാനത്ത് മനുഷ്യർക്ക് യാത്ര ചെയ്യുന്നതിന് ഉണ്ടായിരുന്ന ഒരു കാലത്താണ് അന്ന് സ്വപ്ന സുരേഷ് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ വരെ പാലക്കാട് അതിർത്തി മുറിച്ചു കടന്നു പോയത്. അന്ന് അത് എങ്ങനെ സംഭവിച്ചു എന്നത് നമ്മൾ നിരന്തരം ചർച്ച ചെയ്തൊരു ചോദ്യമാണ്. ഇന്ന് ന്യൂസ് 18 ഒരു വെളിപ്പെടുത്തലിന്റെ ഭാഗമായി വരികയാണ്. അവിടെ ചെക്ക് പോസ്റ്റ് ക്ലിയർ ചെയ്തത്, വഴിയിൽ മുഴുവൻ പോലീസുകാർ ഒരുക്കി കൊടുത്തത് അജിത് കുമാർ ആയിരുന്നു. ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ആരാണ് ശിവശങ്കർ? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായി വന്നാൽ ഇപ്പൊ ലിങ്കുകളൊക്കെ കറക്റ്റ് ആണല്ലോ. അൻവർ പറഞ്ഞതിനപ്പുറത്തേക്ക് പോയില്ലേ? ശരി, അൻവർ പറഞ്ഞതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. എന്നാലും MR അജിത് കുമാറിന്റെ പേര് അൻവർ പറഞ്ഞതുകൊണ്ട് ഈ കാര്യങ്ങൾ വീണ്ടും ഈ ചർച്ചയിലേക്ക് വരാൻ ഇടയായി. സരിത്ത് ഡാൻ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധിയുമായിട്ട് സംസാരിച്ച ആ ഓഡിയോ ഇപ്പോൾ കേൾക്കാം. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഷിബു മീരാൻ പറഞ്ഞതുപോലെ ആ സമയം കൂടി ഓർക്കണം, ലോക്ക്ഡൗൺ സമയമായിരുന്നു അത്. ആ സമയത്താണ് അതിർത്തി കടന്ന് പോകുവാനായിട്ട്, അത് സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും പോകുവാനായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് ഈ MR അജിത് കുമാറാണ്. ആ സരിത്ത് പറഞ്ഞ ആ ഓഡിയോ, സംസാരിച്ചതിന്റെ ആ ഓഡിയോ ഇപ്പോൾ കേൾക്കാം. ശിവശങ്കർ നമ്മുടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് പറഞ്ഞിട്ട് അജിത് കുമാർ എന്ന് പറയുന്നത് ശിവശങ്കറിന്റെ ഏറ്റവും വലിയ അടുത്ത ദോസ്താണ് ഈ MR അജിത് കുമാർ സാർ. ആ സമയത്ത് ADGP ആയിരുന്നു. അതെ, ADGP ആയിരുന്നു. വിജിലൻസിന്റെ തലപ്പത്തായിരുന്നു അദ്ദേഹം അപ്പോൾ ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ അറസ്റ്റ് ആവുന്ന സമയത്തും പുള്ളി എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വിജിലൻസിലായിരുന്നു. ഓക്കെ, IPS അജിത് കുമാർ IPS ഇതാണ് പുള്ളിയുടെ ഫോണിലിട്ടേക്കുന്നത്. ഓക്കെ. ഈ പുള്ളിയായിട്ട് നല്ല ദോസ്താണ്. എന്ത് കാര്യങ്ങളുണ്ടായാലും ശരിയല്ല, അതിപ്പോ അജിത്ത് നമ്മുടെ കാര്യങ്ങളെ സഹായിച്ചോളൂ എന്ന് ശിവശങ്കർ സാർ നിങ്ങളോട് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും. ഈ വിവാദം ഉണ്ടായതിനു ശേഷം, അതായത് ഈ നിങ്ങൾ കസ്റ്റഡിയിലായതിനു ശേഷം, അതിന് മുന്നേ, കസ്റ്റഡിയിലാവുന്ന മുന്നേ, അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജിത് കുമാർ IPS എന്റെ ഏറ്റവും വലിയ ദോസ്താണ്. നിങ്ങൾക്ക് പോലീസ് വിഷയം എന്തായാലും നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു, അജിത് കുമാറിന്റെ കൊണ്ട് ഞാൻ എല്ലാ സോൾവ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, എന്നായിരുന്നു M ശിവശങ്കർ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതെ അതെ അതെ. അത് കഴിഞ്ഞ ശേഷം ഇതേപോലെ തിരിച്ചു വന്ന ശേഷം ഞാൻ കസ്റ്റഡിയിൽ നിന്ന് പോയി തിരിച്ചു വന്ന ശേഷം ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ സമയത്ത് പ്ലീസ് ജസ്റ്റ് ലിസൺ. ഞാൻ കസ്റ്റഡിയിലായ സമയത്ത് ഞാൻ കസ്റ്റഡിയിലായിരുന്നു. ആ സമയത്താണ് സ്വപ്നയും കൊണ്ട് സന്ദീപ് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂർ വരെ എത്തുന്നത്. ആ എത്തുന്ന സമയത്ത് സന്ദീപിന്റെ ഫുൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരുന്നത്, സന്ദീപിന്റെ ഫോണിൽ വിളിച്ചത് ശിവശങ്കർ സാറായിരുന്നു. ശിവശങ്കർ സന്ദീപിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വഴി പോയാൽ മതി, നിങ്ങൾ ഈ ചെക്ക് പോസ്റ്റ് വഴി പോയാൽ മതി, അവിടെ അജിത്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സംശയം.
നിങ്ങൾ ഈ പോകുന്ന വഴി, നിങ്ങളല്ല, സ്വപ്നയും അതോടൊപ്പം തന്നെ ഈ സന്ദീപും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കടക്കുന്ന സമയത്ത് വർക്കലയിലെ ഒരു റിസോർട്ടിൽ താമസിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് സഹായം ചെയ്ത് നൽകിയത് ആരായിരുന്നു? അത് സാർ ശിവശങ്കർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വർക്കലയിൽ റിസോർട്ട് വെക്കൂ, അവിടെ നിന്ന് രണ്ടാൾക്കാർ നിങ്ങളെ എസ്കോർട്ട് ചെയ്തോളും. നിങ്ങളൊരു വക്കീലുണ്ട്, ആ സമയത്തിന് വക്കീൽ ഉണ്ടായിരുന്നു. ആക്ച്വലി പുള്ളി എന്റെ ഒരു ഫാമിലി കോർട്ടിന്റെ കേസൊക്കെ നോക്കിക്കൊണ്ടിരുന്ന വക്കീലായിരുന്നു. അപ്പം പറഞ്ഞു ഒരു ലേബൽ അല്ല കാര്യങ്ങളൊക്കെ. പിന്നീട് ഈ വക്കീലിനെ നിങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ നിങ്ങൾ ഈ വക്കീലിനെ റിസോർട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയും നിങ്ങൾ മാത്രം അവിടെ കടക്കുകയുമായിരുന്നു എന്നാണ് ഈ മനസ്സിലായി. അതെ, അതെന്താണ് ഈ വക്കീൽ അവിടെ ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? അതെ, ആക്ച്വലി ആ വക്കീൽ കുറച്ച് പുള്ളി മരിച്ചു പോയായിരുന്നു. പുള്ളി ഇപ്പം ജീവൻ ഇല്ല, പുള്ളി മരിച്ചു പോയി. ഇല്ല, ഓക്കെ. അപ്പൊ അദ്ദേഹത്തെ അപ്പൊ കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതെ, പുള്ളിയെ കൊണ്ടുപോകണ്ട, പുള്ളി അവിടെ ഉപേക്ഷിക്കും. ബാക്കി സന്ദീപ് പറഞ്ഞത് സ്വപ്നയും ഫാമിലിയും കൊണ്ട് അജിത്ത് എന്നത് പറഞ്ഞിട്ടും നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്ന റൂട്ടിൽ കൂടെ മാത്രമേ നിങ്ങൾ പോകാവൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇത് ഈ സ്വർണ്ണക്കടത്തുകാരൊക്കെ ഇപ്പോൾ ഈ സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇവരെല്ലാം കൂട്ടുകക്ഷികളായിരുന്നു. കേട്ടത് കൃത്യമാണല്ലോ. ഈ അജിത് കുമാറാണ് അതിനുശേഷം വീണ്ടും 2 വർഷത്തിൽ കൂടുതൽ ADGP ആയിരിക്കുന്നത്. ADGP എന്ന് മാത്രമല്ല, വെറും ADGP അല്ല, നേരത്തെ ഉത്തരമേഖല ദക്ഷിണമേഖല 2 ADGPമാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റയാളാണ് പൂർണ്ണമായ ചുമതല. അതായത് സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൽ DGPയേക്കാളും ശക്തനായ സൂപ്പർ DGP ആണ് MR അജിത് കുമാർ. അയാളുടെ ചെയ്തികളാണ് ഇപ്പോൾ കേട്ടത്. ഹസ്കർ, മഞ്ജുഷേ, ഈ വിവരങ്ങൾ നേരത്തെ 4 കേന്ദ്ര ഏജൻസികൾ വിശദമായി ചോദ്യം ചെയ്യുകയും അപ്പോഴൊന്നും പറയാതെ ഇപ്പോൾ കുറ്റാരോപിതന്റെ മൊഴികളായി ഇപ്പോൾ പുറത്തു വരികയാണ്. അന്ന് കേന്ദ്ര ഏജൻസികളോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ശ്രീ MR അജിത് കുമാറിനെ നിശ്ചയമായും അവർ ആ കേസിൽ പ്രതിയാക്കുമായിരുന്നു. കുറ്റവാളികളെ സഹായിച്ചു എന്നുള്ള അർത്ഥത്തിൽ കൃത്യമായ കേസിൽ അദ്ദേഹം കൂടി പ്രതിപട്ടികയിൽ വരികയായിരുന്നു. ഇപ്പോൾ ഒരു കുറ്റാരോപിതൻ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വീമ്പിളക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൊഴി പറഞ്ഞാൽ അതിന് യാതൊരു വെറാസിറ്റിയും ഈ ഘട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം വിവാദങ്ങളുടെ ഘട്ടത്തിൽ അതിന് കൊഴുപ്പേകുന്നതിനു വേണ്ടി അല്ലെങ്കിൽ എരിതീയിൽ കുറച്ച് എണ്ണയൊഴിക്കുന്നതിന് വേണ്ടി ചിലർ ശ്രമിക്കും. അക്കൂട്ടത്തിൽ മാത്രം ഇപ്പോൾ സരിത്തിന്റെ മൊഴികളെ അല്ലെങ്കിൽ സരിത്തിന്റെ വാക്കുകളെ അങ്ങനെ മാത്രം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലോക്ക്ഡൌൺ സമയത്ത് ഈ കേരള പോലീസിന്റെ മുഴുവൻ കണ്ണുവെട്ടിച്ചുകൊണ്ട് പെരുമ്പാവൂരിൽ നിന്ന് തൊടുപുഴയിലേക്ക് വരുവാൻ വേണ്ടി ശ്രമിച്ച ഷിബു മീരാന് അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്യുകയാണ് ഉണ്ടായത്. ലോക്ക്ഡൌൺ സമയത്ത് ലോക്ക്ഡൌൺ ലംഘിച്ചതിന്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് അതിർത്തി കടന്ന് ബംഗളൂരുവിലേക്ക് പോകാൻ കേരള പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് അത് എത്രയോ സ്ഥലങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ മറികടന്ന് പോകുവാൻ സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും കഴിഞ്ഞത് വെറുതെ അങ്ങ് സാധിച്ചു. അവർ സ്വതന്ത്രമായി സഞ്ചരിച്ചു എന്നുള്ളതാണ് താങ്കൾ ഇപ്പോഴും പറയുന്നത്. റിസോർട്ട് എടുത്തു കൊടുത്തത് MR അജിത് കുമാർ, റൂട്ട് മാപ്പ് തയ്യാറാക്കി കൊടുത്തത് MR അജിത് കുമാർ. ഇതെല്ലാം ഈ സഹായം കിട്ടിയ ആൾ തന്നെ പറയുകയാണ്. അല്ല, എന്തുകൊണ്ട് ഇതൊക്കെ കേന്ദ്ര ഏജൻസികളോട് നാളിതുവരെ പറഞ്ഞില്ല? അതും ഒരു ചോദ്യം സരിത്തിനോട് ചോദിക്കാൻ നിങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്. ആ ചോദ്യം നിങ്ങൾ ചോദിക്കണമായിരുന്നേ. അങ്ങനെയെങ്കിൽ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് ശ്രീ അജിത് കുമാറിനെ കൂട്ടുപ്രതിയാക്കിയില്ല? തെളിവ് നശിപ്പിക്കാനും ഹാർബറിംഗ് ഓഫ് ഒഫൻസിനും കൃത്യമായി അയാളെ കൂടി പ്രതിയേർക്കാമായിരുന്നല്ലോ. കേന്ദ്ര ഏജൻസികൾ സ്വർണ്ണക്കടത്ത് കേസിൽ കാണിച്ച താല്പര്യമൊക്കെ സംശയത്തിലാണ്. ഈ MR അജിത് കുമാറിന്റെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ കൃത്യമായിട്ട് തെളിഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര ഏജൻസികളും ഇതിൽ സംശയനിഴലിൽ തന്നെ നിൽക്കുകയാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ, എന്താണ് അവർ അന്വേഷിച്ചത് എന്ന്, എന്തെല്ലാം ഇടപെടലുകൾ അതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന്? അല്ലെ, ഇപ്പൊ ഒരു കേസിലെ കൂട്ടുപ്രതി തൻ്റെ കുറ്റസമ്മത മൊഴി പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും വെളിപ്പെടുത്തൽ നടത്തിയാൽ ആ കുറ്റാരോപിതന്റെ മൊഴികൾക്ക് അത്രമാത്രം പ്രസക്തി നമുക്ക് ഇപ്പോൾ കൽപ്പിച്ചാൽ മതി. ഇപ്പോൾ സരിത്തിന്റെ മൊഴിക്ക് പിന്നാലെ പോകുന്നതിന് പകരം അതിനേക്കാളും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വസ്തുതകൾ ഇപ്പോൾ ശ്രീ MR അജിത് കുമാറിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്.
അതാണ് ഞാൻ പ്രാധാന്യത്തോടെ കാണാൻ കഴിയുന്നത്. ഞാൻ വിചാരിക്കുന്നത് അതാണ് ഏറ്റവും ശരിയാണ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ശരിയാണ്. അല്ല, അതിലൊന്നാണ് ഈ കള്ളക്കടത്ത് കേസിലെ എം ആർ അജിത് കുമാറിന്റെ ഇടപെടൽ. അത് PV അൻവറും ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ട് ബന്ധമുള്ള ആളാണ് എം ആർ അജിത് കുമാർ എന്ന്. അതും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ RSSുമായുള്ള ബന്ധവും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശ്രീ MK ഹരിദാസ്, അത്രയും എന്തായാലും ഹസ്കർ നേരത്തെ ഇത് ശരിയല്ല, ഇക്കാര്യം നടപടി ഇത് പോരായിരുന്നു, എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തേണ്ടതാണ് എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അതുമാത്രമല്ല RSSുമായി ചർച്ച നടത്തിയതും ശരിയായില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഈ എം ആർ അജിത് കുമാറിന്റെ ബന്ധങ്ങൾ അത് വ്യക്തിബന്ധങ്ങളാണ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. ശ്രീ MK ഹരിദാസ്, താങ്കൾ അങ്ങനെയാണോ കരുതുന്നത്? ഇങ്ങനെ ഒരു പോലീസ് സംവിധാനത്തിലും ഇങ്ങനെ ഒരു സർക്കാരിൻ്റെ കീഴിലും ജീവിക്കേണ്ടി വന്നതിൽ അങ്ങേയറ്റം ദുഃഖിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അങ്ങേയറ്റം നാണക്കേടായിപ്പോയി. ഇനി ഇങ്ങനെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആ പേരെങ്കിലും മാറ്റണം. കാരണം എന്താണിതിൽ ഇടത്, എന്താണിതിൽ പക്ഷം, എന്താണിതിൽ ജനാധിപത്യം എന്നൊന്നും അറിയാത്ത ഒരു വലിയ വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. ഇവിടെ ശ്രീ അസ്കർ, താങ്കൾ ഈ സരിത്തിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്തോളം കാലം അദ്ദേഹം അത് കേന്ദ്ര ഏജൻസികളോട് പറഞ്ഞിട്ടില്ല എന്ന് എങ്ങനെയാണ് താങ്കൾ സമർത്ഥിക്കുക? പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അതല്ലേ ഈ ചർച്ചയുടെ മെയിൻ. താങ്കൾ സംസാരിക്കണതൊക്കെ ഞാൻ യാത്രയുടെ ഇടയിൽ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുത്തെ ചർച്ചയിൽ എന്താണ്, അതായത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള എല്ലാ ആരോപണങ്ങളും സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് എം ആർ അജിത് കുമാർ RSSുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തെ എങ്ങനെയൊക്കെ മരവിപ്പിക്കാമോ അത് മരവിപ്പിച്ചു. അത് തന്നെയല്ലേ ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നമുക്ക് ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഒരു പ്രതിയുടെ വെളിപ്പെടുത്തൽ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുക? പ്രതി അത് ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസികളോട് ഇവിടുത്തെ പ്രതികളായിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്? പക്ഷേ അസ്കർ, ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സരിത എന്ന് പറയുന്ന സ്ത്രീക്ക് ഞാൻ ഒരു റിലയബിലിറ്റി ഞാൻ അവർക്ക് കൊടുക്കുന്നില്ല. അവർ പറഞ്ഞതൊക്കെ അങ്ങേയറ്റം ഒരു 10% പോലും അതിൽ സത്യമുണ്ട് എന്ന് വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞ ബിരിയാണി ചെമ്പിൻ്റെ കാര്യവും ഡോളറിന്റെ ഒരു ബാഗ് അവരായിട്ട് മുഖ്യമന്ത്രി ദുബായിൽ പോയ സമയത്ത് അങ്ങോട്ട് എത്തിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് വിശ്വസിക്കാം. സ്വപ്ന എത്തിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കതൊക്കെ വിശ്വസിക്കേണ്ട അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ എത്തുന്നത്. കാരണം കേന്ദ്ര സർക്കാരിൻ്റേതായിട്ടുള്ള എല്ലാവിധ പിന്തുണയും ഞാൻ മഞ്ജുഷിനറിയാം. ഞാൻ എല്ലാ ചർച്ചകളിലും അവസാനം മഞ്ജുഷ എന്നോട് ചോദിക്കും, എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറില്ലേ, ഒരു സത്യാവസ്ഥയും പുറത്തു വരില്ല. അവസാനം താങ്കൾ എന്നോട് ചോദിച്ചത് SFIO അന്വേഷണത്തിൻ്റെ കാര്യത്തിലാണ്. ഞാൻ അന്നും പറഞ്ഞു, SFIO അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രമുഖ അഭിഭാഷകൻ, ശ്രീ അസ്കർ അല്ല, മറ്റൊരു അഭിഭാഷകൻ ചർച്ചയിൽ പങ്കെടുത്തിട്ട് പറഞ്ഞത് 45-50 ദിവസത്തിനുള്ളിൽ ഇതിലത്തെ അറസ്റ്റുകളൊക്കെ നടത്താനുള്ള നമ്മൾ പറയില്ലേ നിയമത്തിൻ്റെ പരിരക്ഷയുള്ളവരാണ് SFIO അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ അന്വേഷണം നടത്തുന്നത് എന്നാണ്. എന്നിട്ട് എന്തുണ്ടായി? 45-50 പോയിട്ട് ഏകദേശം 5 മാസമായിട്ട് എന്താണ് പിണറായി വിജയൻ്റെ സർക്കാരും ചെയ്തിട്ടുള്ള എല്ലാ അനാശാസ്യമായിട്ടുള്ള അരുതാത്തതായിട്ടുള്ള എല്ലാ നടപടികൾക്കും ഈ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റേതായിട്ടുള്ള പിന്തുണയുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പറയാനുള്ളത് 39 തവണ ഈ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ എം ആർ അജിത് കുമാർ, അതായത് നമ്മുടെ ബെഹ്റ സ്ഥാനം ഒഴിഞ്ഞു പോയതിന് ശേഷം എം ആർ അജിത് കുമാർ സൂപ്പർ DGP ആയി വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള RSS നേതാക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേന്ദ്ര ഏജൻസികളെ സ്വാധീനിച്ചുകൊണ്ട് ഈ അന്വേഷണങ്ങളെല്ലാം ഒന്നുകിൽ മെല്ലെപ്പോക്കിൽ നടത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ അന്വേഷണങ്ങൾ മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കുക. ഇപ്പോൾ എം ആർ അജിത് കുമാർ ദത്താത്രേയ ഹൊസബലയുമായിട്ട് ചർച്ച നടത്തിയതിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. തൃശ്ശൂർ പൂരം അലങ്കോലമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലോട്ട് ഉണ്ടാക്കിയെന്ന്, അതിൽ എം ആർ അജിത് കുമാർ തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തു. അത് സുരേഷ് ഗോപി ജയിച്ചു വരുന്നതിന് വേണ്ടിയുള്ളതാണ്. ഒരു ഹിന്ദു വികാരം ഇളക്കി വിട്ടുകൊണ്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വോട്ടുകൾ വീണ് തൃശ്ശൂർ BJPക്ക് സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് അവിടെ നടത്തിയത് എന്ന്. അതിനുള്ള മറുപടിയായിട്ട് ഇപ്പോൾ BJP കേന്ദ്രങ്ങൾ തന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് 2023 മെയ്യിലാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്. പൂരം അലങ്കോലപ്പെട്ടതാകട്ടെ 2024 അതേ സമയത്താണ്.
അപ്പോൾ അത് തമ്മിലുള്ള ഒരു ലോജിക്ക് അക്കാര്യത്തിൽ ഇല്ല എന്നാണ്. അപ്പോൾ ഈ പൂരവുമായി ബന്ധിപ്പിച്ചുള്ള കാര്യത്തിൽ താങ്കൾ അങ്ങനെ ഒരു സംശയം ഉന്നയിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകുമോ? ഒരു 10 ഞാൻ തൃശ്ശൂർക്കാരനാണ്, ഞാൻ ഗുരുവായൂരുകാരനാണ്. ഇപ്പം എനിക്ക് 64 വയസ്സുണ്ട്. ഒരു 10 വയസ്സ് മുതൽ തൃശ്ശൂർ പൂരം സ്ഥിരമായിട്ട് കാണാൻ പോകുന്നത് കാരണം എൻ്റെ സഹോദരിക്ക് അവിടെ വീടുണ്ടായിരുന്നത് കാരണം കൊണ്ട്. അപ്പോൾ അന്ന് തൊട്ടിട്ട് ഞാൻ ഇപ്പോൾ പലരുമായിട്ട് അന്വേഷിച്ചപ്പോൾ ഒരു തൃശ്ശൂർ പൂരത്തിന് ഒരു ക്രമസമാധാന ചുമതലയുള്ള സൂപ്പർ DGPയുടെ പവറുള്ള ഒരാളുടെ സാന്നിധ്യം അവിടെ ആവശ്യമില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു സൂപ്പർ DGPയുടെ പവറുള്ള ഒരു ADGP ഇന്ന് വരെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഒരു തൃശ്ശൂർ പൂരത്തെ നിയന്ത്രിക്കുന്നത് ആദ്യമായിട്ടാണ് തൃശ്ശൂർക്കാരും കണ്ടിരിക്കുന്നത്, പൂരം കാണാൻ വന്നിരിക്കുന്നവരും കണ്ടിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരം ഇതൊക്കെ ഈ ADGP എന്തിനാണോ ഈ RSS നേതാവിനെ കണ്ടത് എന്നുള്ളതിൻ്റെ നമ്മൾ കൂട്ടി വായിക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ അസ്കർ പറയുന്നതും ശ്രീ മഞ്ജുഷ് പറയുന്നതും ഞാൻ കേട്ടു. ഒന്നും കൂട്ടി വായിക്കരുതെന്നാണ് ശ്രീ അസ്കറിൻ്റെ പക്ഷം. പക്ഷേ അസ്കറെ ചിലതൊക്കെ കൂട്ടി വായിക്കാതെ നമ്മൾ എങ്ങനെയാണ് ഈ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ജീവിച്ചു പോവുക? അപ്പോൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. സുരേഷ് ഗോപിയെ ഞങ്ങൾ അവിടെ നിന്ന് ജയിപ്പിച്ചു തരാമെന്നുള്ള വാഗ്ദാനം പാലിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും ഈ സർക്കാരിനുമെതിരായിട്ടുള്ള എന്തിനതിരെ ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതാവ് പറയുന്ന സമയത്താണ് ഞാനിവിടെ വന്നിരുന്നത്. കരുവന്നൂർ കേസ് വരെ ഇത്തരത്തിലാക്കി തരാമെന്നുള്ളൊരു വാഗ്ദാനം ഈ ADGP വഴിക്ക്, ഈ അജിത് കുമാർ വഴിക്ക് നേടാൻ വേണ്ടിയിട്ടാണ് ഈ അജിത് കുമാർ ഈ RSS നേതാക്കളെ, 2 നേതാക്കളെയും കണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇട നൽകാത്ത വിധത്തിലുള്ള തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത്. കെ ഗണേഷും സംസാരിച്ചത്. ഗണേഷ്, ഇങ്ങനെ സംശയിച്ചാൽ എങ്ങനെ ഇത് കൂട്ടി വായിക്കാൻ പറ്റില്ല എന്ന് പറയും? അതല്ല, വായത്തോന്ന് കോതയ്ക്ക് പാട്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതുപോലെ പറയരുത്. BJPക്കാരാണോ ഈ തൃശ്ശൂർ പൂരം കലക്കിയത്? BJPക്കാർക്ക് തൃശ്ശൂർ പൂരം കലക്കിയിട്ടാണോ BJP ഇവിടെ ജയിച്ചത്? നിങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയില്ലാത്തത് പേരിൽ നിങ്ങളുടെ MP-ക്കും നിങ്ങളുടെ അവിടുത്തെ സ്ഥാനാർത്ഥിക്കും തൃശ്ശൂർ പൂരം കലക്കിയത് BJPക്കാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ ഉദ്ദേശിച്ചിട്ടാണ് താങ്കൾ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ADGP അജിത് കുമാറിന്റെ സാന്നിധ്യത്തെ പറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ ധ്വനി അങ്ങനെ തന്നെയാണ് അത് ഉറച്ചു നിൽക്കണു. പക്ഷെ BJPക്കാരാണ് പൂരം കലക്കിയതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ സാറ് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂർ പൂരം ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുണ്ടല്ലോ വായത്തോന്ന് കോതയ്ക്ക് പാട്ടെന്നുള്ള തരത്തിൽ സംസാരിക്കരുത്. നിങ്ങൾ തൃശ്ശൂർ പൂരം 10 വയസ്സ് മുതലോ 20 വയസ്സ് മുതലോ കണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തരുത്. BJPക്ക് ജയിക്കുന്നതിന് വേണ്ടി എന്റെ സാറേ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ വായത്തോന്ന് കോതയ്ക്ക് പാട്ട് ഞാൻ ഇന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. സത്യം വിളിച്ചു പറയാം. എന്ത് സത്യം? ഈ സർക്കാരിന്റെ പോലീസും ഈ സർക്കാരും ഈ പിണറായി വിജയൻ സർക്കാരിന്റെ തൃശ്ശൂർ പൂരത്തിന് ക്യാമ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനാണ് അവിടെ ADGP ക്യാമ്പ് ചെയ്തത്? തൃശ്ശൂർ പൂരം കലക്കിയിട്ടാണോ ഞങ്ങൾ? തൃശ്ശൂർ പൂരം കലക്കേണ്ട ആൾക്കാരാണോ ഞങ്ങൾ? തൃശ്ശൂർ പൂരത്തെ ഇഷ്ടപ്പെടുകയും തൃശ്ശൂർ പൂരത്തെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങള്. അല്ലാതെ തൃശ്ശൂർ പൂരം കലക്കുന്ന നിങ്ങൾക്ക് വായത്തോന്ന് എന്ന് വിളിച്ചു പറയുന്നത് 5 മണിക്കും 6 മണിക്കും ഇടയിലുണ്ടായിട്ടുള്ള അവസാനമായാലും ആദ്യമായാലും തൃശ്ശൂർ പൂരം കലക്കി എന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ കേരളത്തിന്റെ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? നിങ്ങൾക്ക് എന്തും വിളിച്ചു പോലെയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ അംഗീകരിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന പോലീസാണ് ഇത് കുളമാക്കിയിരിക്കുന്നത്. അല്ല BJPക്കാരല്ല. BJPക്ക് ആവശ്യമില്ല. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവല്ല. ഗണേഷ്, അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് അല്ല, ഈ PV അൻവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ മെറിറ്റിലേക്ക് വന്ന കുറെ കാര്യങ്ങൾ അത് BJPയും പറഞ്ഞിട്ടുണ്ട്, അത് അന്വേഷിക്കണം എന്നുള്ള കാര്യം. പക്ഷെ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം വരുമ്പോൾ എന്തിനാണ് BJP ഒരു ബാക്ക് ഫുട്ട് അടിക്കുന്നത്? അതല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട പ്രസക്തമായ കാര്യമെന്ന് BJP പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അവിടെ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും വിഷമമുള്ളതും BJPക്കാണല്ലോ. കാരണം അവിടെ ഒരു ഹൈന്ദവ വികാരം വ്രണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അൻവർ പറഞ്ഞതിന്റെ മെറിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് അത് അന്വേഷണം വേണം എന്ന് തന്നെയുള്ള നിലപാടല്ലേ BJP എടുക്കേണ്ടത്? ശരിക്കും ഏറ്റവും പ്രസക്തമായ കാര്യം അതാണെന്നല്ലേ പറയേണ്ടത്? അവിടെ ADGPയെ പ്രതിക്കൂട്ടിലാക്കുകയല്ലേ വേണ്ടത്?
മഞ്ജുഷേ, നിങ്ങൾക്ക് ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഈ സംഭവവികാസങ്ങൾ ഉണ്ടായ സമയം മുതലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചാനൽ സ്റ്റുഡിയോ തന്നെ ഉണ്ടാകും. BJP ശക്തമായിട്ടുള്ള നിലപാട് ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട്. ഈ ശക്തമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് BJP അന്ന് മുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. BJP അന്നും പറഞ്ഞിട്ടുണ്ട് ഈ സർക്കാരും ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിലെ പോലീസുമാണ് ഇത് കുളമാക്കിയത്. ഇവിടുത്തെ ഹിന്ദു വികാരത്തിന്, തൃശ്ശൂർ പൂരത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വികാരത്തെ അത് വ്രണപ്പെടുത്തുക തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ അന്വേഷണം നടക്കണം, അവർ കുളമാക്കിയിട്ടുണ്ട് എന്ന് നിലപാടെടുത്ത സംഘടനയാണ് BJP. അതിൽ ശക്തമായിട്ടുള്ള ഒരു എന്താ പറയാ, ആർക്ക് വേണ്ടിയിട്ടാണെന്നോ, ആർക്ക് വേണ്ടി, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, തൃശ്ശൂർ പൂരത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലാതെ വേറെ ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞത്? ഇവിടെ തൃശ്ശൂർ പൂരത്തെ ഇഷ്ടപ്പെടുകയും തൃശ്ശൂർ പൂരത്തെ എന്താ പറയാ എല്ലാ തരത്തിലും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ ആർക്കും വേണ്ടിയിട്ട് മറ്റാർക്കും വേണ്ടിയിട്ടല്ല. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇങ്ങനെ വായിച്ചു പോയാൽ മതി, നിങ്ങൾക്ക് തോന്നുന്ന വിളിച്ചു പറഞ്ഞാൽ മതി. അങ്ങനെ വിളിച്ചു പറയേണ്ടതല്ല. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാമെന്നല്ല. ഞങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആരാണ് ശബരിമലയിൽ പ്രശ്നങ്ങൾക്ക് കാരണം? ഞങ്ങളുടെ രാഷ്ട്രീയം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണോ ശബരിമലയിൽ ഇത്ര വിഷയങ്ങൾ ഉണ്ടാക്കിയത്? സുരേഷ് ഗോപിയുടെ ജയത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗരേഖ അത് കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രീ ADGP അജിത് കുമാർ ശ്രമിച്ചു എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ഞാനിതില് നിങ്ങൾ BJP-ക്കാർ മുൻകൈ എടുത്തു കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റിട്ടുണ്ട്. അജിത് കുമാറുമായിട്ട് കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ പോലെയുള്ള കോൺഗ്രസിന്റെ ഏജന്റുമാരുടെ ആളുകളാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇവിടെ കോൺഗ്രസിന് അധികാരത്തിലേറ്റുന്നതിനോ ഇവിടുത്തെ CPM അധികാരത്തിലേറ്റുന്നതിനോ വേണ്ടിയിട്ടല്ല ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്ക് അത് ഇവരെ എന്താ പറയുക CPM-നെ മറികടന്ന് അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ കോൺഗ്രസിന് അധികാരത്തിലേറ്റുന്നതിന് വേണ്ടിയിട്ടല്ല. നിങ്ങളെപ്പോലെയുള്ള കോൺഗ്രസിന്റെ ഏജന്റുമാരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. അതാ ഞങ്ങൾ പറഞ്ഞത്. ഇവിടെ അൻവർ പറയുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച്, അന്ന് അതിനെ ന്യായീകരിക്കാനാണ് പല ആൾക്കാരും വന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ അധോലോക സംഘങ്ങൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം അധോലോക സംഘങ്ങളുടെ പിടിയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ കേരളത്തിന്റെ ഈ സ്വർണ്ണക്കടത്തിനകത്തായത്. ഇപ്പോൾ ഈ അധോലോക സംഘങ്ങൾ തമ്മിൽ തെറ്റിയിട്ടുണ്ട്. ഗണേഷ്, ഇതേ അധോലോക സംഘങ്ങളെ പിടിക്കുവാനായിട്ടാണല്ലോ കേന്ദ്ര ഏജൻസികൾ വന്നത്. അവർ ഇരുട്ടിൽ തപ്പുകയായിരുന്നല്ലോ ഉണ്ടായത്. അവിടെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള കാര്യത്തിൽ ആരോപണം ഉയരുന്നത്. അവിടെ ഇതേ ADGP തന്നെ ഇങ്ങനെ RSS-ഉമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇതേ ആരോപണം വന്ന സമയത്ത് ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനു മുമ്പ് ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ഇതിലെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയണത് എന്താണെന്നറിയോ, ഈ എന്റെ സാറേ, നിങ്ങൾക്ക് വേറെ ഞാൻ പറയട്ടെ, നിങ്ങൾ ADGP-യെ വെച്ചിട്ടാണല്ലോ തൃശ്ശൂരിൽ ഒന്നും വിളിച്ചു പറയണില്ല. എന്റെ സാറേ, ഞാൻ ചോദിക്കട്ടെ, ഒരു വർഷം മുന്നേ ADGP കലക്കിയത്, പൂരം കലക്കിയത് BJP ജയിച്ചത് ഇത്തരത്തിലുള്ള പൂരം കലക്കിയത് ആരാണ്? പൂരം കലക്കിയത് ADGP പൂരം കലക്കിയ. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പോലീസുമാണ് പൂരം കലക്കിയത്. കേരളത്തിന്റെ പോലീസുമാണ് പൂരം കലക്കിയത്. അതിനെന്താ സംശയമുള്ളത്? ആർക്കാ സംശയമുള്ളത്? ഞങ്ങൾക്കൊരു സംശയമില്ല. ആർക്ക് വേണ്ടിയിട്ട്? പക്ഷേ BJP-ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നത്. BJP-ക്ക് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ പറയുമ്പോഴാണ്, BJP-ക്ക് വേണ്ടി പറയുന്ന സമയത്താണ് നമുക്ക് അത് അംഗീകരിക്കാൻ സാധിക്കില്ല. BJP-ക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ടില്ല. സുരേഷ് ഗോപിയുടെ ജയത്തിന് വേണ്ടിയിട്ട്, BJP-യുടെ നിങ്ങൾ പറയണതാണ്. ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാം. ഞാൻ പറഞ്ഞ സുരേഷ് ഗോപിയുടെ ജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, എന്തും വിളിച്ചു പറയുന്ന, സുരേഷ് ഗോപിയെ ഹീറോ ആക്കാൻ വേണ്ടിയിട്ട് ADGP കളിച്ച കളിയാണ്. അതിൽ യാതൊരു സംശയവും. സ്ഥാനാർത്ഥി ആയതോടുകൂടി നിങ്ങൾ ആലോചിച്ചു, ഈ കേരളത്തിലെ UDF-ന്റെ സിറ്റിംഗ് MLA-മാരിൽ ആദ്യം തന്നെ എല്ലാവരും മത്സരിക്കുന്ന സമയത്ത് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി അവിടെ പോയി. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെ മാത്രം എന്തുകൊണ്ട് മാറ്റി? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ എത്തിയതോടുകൂടി തന്നെ ബാക്കി എല്ലാവരും
എല്ലാവരും ഇവിടുത്തെ മാധ്യമങ്ങൾ കുറെ കാലം സുനിൽ കുമാറിനെയും അതേപോലെ തന്നെ കെ മുരളീധരനൊക്കെ തലയിൽ വെച്ച് കൊണ്ടു നടന്നു. പക്ഷെ കേരളത്തിൽ തൃശ്ശൂരിലെ ജനങ്ങൾ അവർ തലയിൽ കയറ്റി വെച്ചത് സുരേഷ് ഗോപിയെ മാത്രമാണ്. സുരേഷ് ഗോപി ജനങ്ങളുടെ അംഗീകാരം മേടിച്ചിട്ടാണ് ജയിച്ചത്, അല്ലാതെ പൂരം കലക്കിയിട്ടാണ് എന്ന് സംസാരിക്കുന്നത്. ഈ സമീപനം നിങ്ങൾ വിജയത്തിന്റെ തിളക്കം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് ബി.ജെ.പി. പറയുന്നത്. എന്തായാലും ഷിബു മറുപടി. ഗണേഷ്, ആര് തോറ്റാലും എനിക്ക് എന്താ, എനിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞാൻ വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഷിബു പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ആക്ഷേപിക്കേണ്ടി വരുന്നത്? പിന്നെ നമ്മളെല്ലാം ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ കരുവന്നൂർ വിഷയത്തിൽ ഈ സുരേഷ് ഗോപി ഒരു ഭാഗത്ത് ശക്തമായ സമരം നടത്തുന്നു, മറുഭാഗത്ത് ഈ ചോദ്യം ചെയ്യൽ മുറ പോലെ നടക്കുന്നു. പിന്നീട് ഈ അന്വേഷണങ്ങൾ ആകെ അവസാനിക്കും. ഇതൊരു ടോട്ടൽ പാക്കേജ് ആയിരുന്നു എന്ന് ആളുകൾ സംശയിച്ചാൽ നമ്മൾ എങ്ങനെയാ കുറ്റം പറയുക? ഞാൻ പറയട്ടെ, ഇപ്പോ സുരേഷ് ഗോപി MP ആണ്, പിണറായി വിജയന്റെ മകൾ സുരക്ഷിതയാണ്, CPI വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, CPIക്ക് ഈ വിഷയത്തിൽ ചില ആക്ഷേപങ്ങളുണ്ട്. ഇത് ആകെ കൂടി വായിക്കുമ്പോൾ എന്റെ ചോദ്യം, ഈ ADGP അജിത് കുമാർ, ഇവിടെ ഇപ്പൊ സാറ് തന്നെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചല്ലോ, ഒരു ലോ ആൻഡ് ഓർഡറിലെ ചുമതലയുള്ള ഒരു ADGP തൃശൂർ പൂരത്തിന്റെ അന്ന് നേരിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ക്യാമ്പ് ചെയ്യുന്നു. ഒരിക്കലും സംഭവിക്കാത്ത കുറെ കാര്യങ്ങൾ. ഷിബു, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. ഒരു നിർണായക കൂടിക്കാഴ്ച ക്ലിഫ് ഹൗസിൽ ഇപ്പോൾ നടക്കുകയാണ്. മുഖ്യമന്ത്രിയും DGPയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ക്ലിഫ് ഹൗസിൽ നടക്കുന്നത്. DGP ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടു. നിർണായകമായ കൂടിക്കാഴ്ചയാണ്. MR അജിത് കുമാറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അതിനിർണായകമായ കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ കാര്യങ്ങൾ MR അജിത് കുമാറിനെതിരെ വെളിപ്പെട്ടു വരുന്ന ഈ പശ്ചാത്തലത്തിലും അന്വേഷണം തുടങ്ങിയ പശ്ചാത്തലത്തിലുമാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ നിർണായകമായ കൂടിക്കാഴ്ച നടക്കുന്നത്. DGP ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം DGP മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അന്ന് MR അജിത് കുമാറിനെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ അത്തരം കാര്യങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞതുമാണ്. പക്ഷേ വൈകിട്ട് ഉത്തരവിറക്കിയപ്പോൾ MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടായിരുന്നില്ല. അതിനു പകരം ഒരു അന്വേഷണമായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ DGPയുടെ മേൽനോട്ടവും MR അജിത് കുമാറിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവുമാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അത് അപ്പോൾ മുതൽ തന്നെ വിവാദ വിഷയമായി മാറിയതാണ്. ഇന്ന് PV അൻവറിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു അന്വേഷണ സംഘം. അതുമാത്രമല്ല, RSSന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായിട്ട് MR അജിത് കുമാർ ചർച്ച നടത്തിയിരുന്നു എന്ന കാര്യം അദ്ദേഹം തന്നെ സമ്മതിച്ചിരുന്നു. ഇക്കാര്യം പുറത്തു വന്നിരുന്നു. അത് തള്ളിക്കളയാൻ പറ്റാത്ത ഒന്നായി മാറി. അതുമാത്രമല്ല, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. MR അജിത് കുമാർ RSSന്റെ മുതിർന്ന നേതാവായ റാം മാധവുമായി ചർച്ച നടത്തി. അത് ഒന്നല്ല 2 തവണ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു. അതിനാൽ തന്നെ MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്ന രീതിയിലാണ് കാര്യങ്ങൾ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത്. CPIയുടെ ഭാഗത്ത് നിന്ന് വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ചില CPM നേതാക്കളെങ്കിലും ഇതിലൊരു അസ്വാഭാവികതയും കാണുന്നുണ്ട്. പക്ഷേ പാർട്ടിയുടെ പിന്തുണ ഇന്നലെ MR അജിത് കുമാറിനായിരുന്നു. ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ടതുകൊണ്ട് എന്താണ് കുഴപ്പം എന്നായിരുന്നു പാർട്ടി സെക്രട്ടറി ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ അതിനിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ക്ലിഫ് ഹൗസിൽ നടക്കുന്നത്. VV വിനോദ് ചേരുകയാണ്. വിനോദ്, ഒരു നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണോ ഇപ്പോൾ ഉള്ളത്? എന്താണ് അപ്ഡേറ്റ്? മഞ്ജുഷ്, ഇതുവരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് വിശദീകരിക്കാനാണ് DGP മുഖ്യമന്ത്രിയുടെ എത്തുകയും ഈ വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ADGPക്കെതിരെയുള്ള ആരോപണങ്ങൾ അത് ഗുരുതരമാണ് എന്ന് തന്നെയാണ് DGP മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ DGPക്ക് നേരത്തെ ADGPക്കെതിരെയുള്ള പരാതികൾ ഉണ്ടായിരുന്നു. ഇതുവരെയുള്ള അന്വേഷണങ്ങൾ അത് കൃത്യമായി കൈമാറുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? DGPയുടെ ഉത്തരവാദിത്തമില്ലായ്മ, അങ്ങനെയുള്ള ആരോപണങ്ങൾ കൂടി വരുന്നുണ്ട്. DGP സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ADGP ഇത്തരം കാര്യങ്ങൾ അറിയുന്നില്ല? ഈ കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി അന്വേഷിക്കുന്നു. ഇതിനുള്ള ഒരു മറുപടി, ആ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഈ കൂടിക്കാഴ്ച എന്ന കാര്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. മഞ്ജു, ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ക്ലിഫ് ഹൗസിൽ നിർണായകമായ കൂടിക്കാഴ്ച നടക്കുകയാണ്. DGPയും സംസ്ഥാന DGPയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് നടക്കുന്നത്. ശ്രീ ഷിബു മീരാൻ, എന്തെങ്കിലും കാര്യം പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? ഇത്രയും വിവാദമായ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും DGP കഴിഞ്ഞ ദിവസം തന്നെ അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നതാണ്, MR അജിത് കുമാറിനെ മാറ്റുന്നതാണ് നല്ലത് എന്ന രീതിയിലുള്ളൊരു റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാണ്. പക്ഷേ അത്
ഒരു വിശദമായ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം പരിഗണിക്കാമെന്ന രീതിയിലേക്ക് പിന്നീട് മാറുകയായിരുന്നുവല്ലോ. ഇനി എം ആർ അജിത് കുമാറിനെയുമായിട്ട് മുന്നോട്ട് പോയാൽ പ്രതിച്ഛായ പൂർണ്ണമായും തകരുമെന്നുള്ള വിശ്വാസം എന്തായാലും മുഖ്യമന്ത്രിക്കും ഉണ്ട് എന്ന് തന്നെ കരുതാനാകുമല്ലോ. നേരത്തെ ഈ റിപ്പോർട്ട് മാത്രമല്ല, പകരം ഈ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല നൽകേണ്ട ആളുകളുടെ പേര് കൂടി നേരത്തെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ DGPയുടെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് മാധ്യമം. എന്തോ ആവട്ടെ, ഇപ്പൊ ഈ കൂടിക്കാഴ്ച എന്തിനാണെന്ന് നമുക്കറിയില്ല. ADGPയെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയിൽ നിന്ന് മാറ്റുന്നുവെങ്കിൽ അത് അത്രയും നല്ലത്. പക്ഷെ ഏറ്റവും അവസാനത്തെ നിമിഷം മാറ്റാതിരിക്കാൻ അവസാനത്തെ പഴുതും തേടിയിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷമാപണത്തോടെ നിവൃത്തികെട്ട് ഈ തീരുമാനം എടുത്തത് എന്ന് കേരളം ഓർത്തു വെക്കും. ഇനി നാളെ മുതൽ പിണറായിയുടെ എന്ന പോസ്റ്റുമായി ഇറങ്ങാം എന്ന് ആരും വിചാരിക്കണ്ട. ഇത് നിവൃത്തി കെട്ടപ്പോ തെരുവിൽ ഉടുമുണ്ടഴിഞ്ഞ് വീണ് കാക്കി ട്രൗസർ നാട്ടുകാർ കണ്ടപ്പോഴുള്ള നിവൃത്തികെട്ട തീരുമാനമാണ് എന്ന യാഥാർത്ഥ്യം എല്ലാ കാലത്തും വാചാലമായി അവിടെ തന്നെ ഉണ്ടാവും. ഈ പോയിന്റിൽ നിന്ന് ഞാൻ ആ പറഞ്ഞുകൂടി കണക്ട് ചെയ്ത് വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. പിന്നെ മഞ്ജുഷ, അപ്പോഴാണ് താങ്കൾ ഇടപെട്ടത്. ഇവിടെ എന്റെ ഒരു ചോദ്യം, ഇവിടെ BJP നേതാവ് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു തൃശ്ശൂർ പൂരം കലക്കിയതാണ്. ആര് കലക്കി? പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസും ചേർന്ന് കലക്കി. ഈ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ പൂരം കലക്കാൻ ആകാശത്ത് നിന്ന് പിണറായി വിജയൻ പോലീസിനെ കൊണ്ടുവന്നിട്ടില്ല. അവിടെ അങ്കിത് അശോകൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. ഈ ADGP അനിൽകുമാർ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസമാണ് തൃശ്ശൂർ പൂരം കലങ്ങിയത്. നിങ്ങൾ ഈ പൂരപ്രേമികളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആവശ്യപ്പെടുവോ ഈ അജിത് കുമാറിനെ മാറ്റി നിർത്തിയിട്ട് അന്വേഷണം നടത്തണം, അജിത് കുമാറിന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയുവോ? അങ്ങനെ പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ ഈ പൂരം കലക്കിയുമായി അതിന് മാസങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ദേശീയ നേതാക്കന്മാർ എന്തിന് ചർച്ച നടത്തി എന്നും കൂടി പറയേണ്ടി വരും. ഈ പൂരം കലക്കിയുമായിട്ട് നിങ്ങളുടെ നേതാക്കന്മാർക്ക് എന്താ കച്ചവടം? പിണറായി വിജയന്റെ പൂരം കലക്കുന്ന പോലീസുമായിട്ട് RSSന്റെ നേതാക്കന്മാർ എന്താ അടച്ചിന്റെ മുറിയിൽ ചർച്ച നടത്തുന്നത്? ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവര് ചേർന്ന് നടത്തിയ കൂട്ടുകച്ചവടമാണ്. ആ കൂട്ടുകച്ചവടത്തിന്റെ പങ്ക് BJPക്കും കിട്ടിയിട്ടുണ്ട്, വ്യക്തിപരമായി പിണറായി വിജയനും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇവര് പങ്ക് പിരിയാണ്. ആ പങ്ക് പിരിയുന്നതിന്റെ നാടകമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും എന്തിനാണ് ഈ ADGPയെ സംരക്ഷിക്കുന്ന അവസാനത്തെ നിമിഷം വരെ സംരക്ഷിക്കുന്ന നിലപാട് പിണറായി വിജയൻ സ്വീകരിച്ചത്? മഞ്ജുഷ്, നമ്മളത് പരിശോധിക്കണ്ടേ? ഞാനീ പറഞ്ഞതാണ് ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്. എത്ര ഗുരുതരമായ ആരോപണം! കൊല്ലിച്ചവനാണ്, കൊലപാതകത്തിന് കൂട്ടുന്നവനാണ്, ആത്മഹത്യക്ക് ആളുകളെ പ്രേരിപ്പിച്ചവനാണ്, തട്ടിക്കൊണ്ടുപോയവനാണ്, സ്വർണം പൊട്ടിക്കുന്നവനാണ്. ഈ സുജിത് ദാസും ADGPയും ചേർന്ന് നടത്തിയിട്ടുള്ള തോന്നിയാസങ്ങളെ കുറിച്ച് ഭരണപക്ഷത്തെ ഒരു MLA പറഞ്ഞു. അതിനു മുൻപ് ഇതിൽ പല കാര്യങ്ങളും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്നൊക്കെ മൗനം പാലിച്ചിട്ട് ഇനിയിപ്പോ നാളെ ഈ DGPയുടെ എല്ലാ മാനവും പോയി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗണേഷ് അവിടെയും ഈ എം ആർ അജിത് കുമാറിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട BJPക്ക് ഈ പൂരത്തിന്റെ കാര്യം വരുമ്പോൾ ഇച്ചിരി ഒരു അമാന്തം വരുന്നുണ്ട് അക്കാര്യത്തിൽ. അതാണ് ഇത്രയും ശക്തമായ രീതിയിൽ ഷിബു മീരാന് ചോദ്യം ഉന്നയിക്കാൻ കഴിയുന്നത്. അല്ല, ഒരിക്കലുമില്ല, ഒരു അമാന്തവും ഇല്ല. എന്ത് അമാന്തം? ഞങ്ങൾക്ക് ഒരു അമാന്തവും ഇല്ല. ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ, ഞങ്ങൾ പറഞ്ഞത് കേരളത്തിൻ്റെ ADGP മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണം. കാരണം ഒരു അധോലോക സംഘത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളം എന്ന് പറഞ്ഞാൽ അഭിമാനപൂർവ്വം കണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു അധോലോക സംഘങ്ങൾ ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ MLAമാർ പ്രതിപക്ഷത്തു നിന്നല്ലല്ലോ ആരോപണം ഉന്നയിക്കുന്നത്. ഈ പ്രതിപക്ഷ നേതാവായിട്ടാണോ ആരോപണം ഉന്നയിക്കുന്നത്? അവരുടെ കൂട്ടത്തിലുള്ള MLAമാരാണ് പറയുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് കാര്യമില്ല, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അല്ലെങ്കിൽ മറ്റു പൊളിറ്റിക്കൽ സെക്രട്ടറിമാരാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു വിലയുമില്ലാത്ത ഇരട്ടച്ചങ്ങനാണെന്നാണ് ഇവർ ആരാധകരൊക്കെ പറഞ്ഞത്. ഓട്ടച്ചങ്ങനായിട്ടുള്ള മുഖ്യമന്ത്രിയെ വളരെ പൊതുമധ്യത്തിൽ വളരെ മോശക്കാരായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ ആൾക്കാരൊന്നല്ല, ഇവിടുത്തെ MLAമാരാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, ഇവിടുത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെച്ചൊഴിയണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്, അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രി രാജിവെക്കണം അവസാനമായി ADGPയെ മാറ്റേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം മുഖ്യമന്ത്രിക്ക് ഇനി അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുക ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ADGPയെ മാത്രമല്ല, മുഖ്യമന്ത്രി തന്നെ മാറണം. നമ്മുടെ അൻവർ, ഈ ADGP, ഈ മുഖ്യമന്ത്രി, ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഇവർ മൂന്ന് പേരേനും വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കാരണം മൂന്ന് പേരും
ചേർന്നിട്ട് പലതും, അതായത് അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ കെട്ടിവെച്ച കാശി നേടിക്കൊണ്ട് വോട്ട് നേടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണോ മഞ്ജുഷേ? എന്തിനാണ് ഇയാളുടെ ഈ വിളിച്ചു പറയലിനൊക്കെ ഈ മുഖ്യമന്ത്രി ഇത്രയും ഇരട്ടച്ചങ്കനെന്നും ഉദയസൂര്യനെന്നും കാല് ചവിട്ടിയ മണ്ണ് പവിത്രമാണെന്നൊക്കെ പറഞ്ഞ് ആരാധിക്കുന്ന ഇത്രയധികം ജനങ്ങളുള്ള ഈ മുഖ്യമന്ത്രി എന്തിനാണ് ഈ അൻവറിന്റെ വിളിച്ചു പറയലിനെ കേട്ടിട്ട് ഇത്രയധികം പരിഭ്രമിക്കുന്നത്? നിങ്ങൾ 2-3 ദിവസമായിട്ട് മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചു, അദ്ദേഹം ആകെ പരിഭ്രാന്തിയിലാണ്. അതുപോലെ ഈ ADGP അജിത് കുമാറിനെ എന്തിനാണ് ഈ മുഖ്യമന്ത്രി ഇത്രയധികം സംരക്ഷിക്കുന്നത്? അപ്പോൾ എന്തൊക്കെയോ ഇവർക്ക് 3 പേർക്കും ഉള്ളിൽ എന്തൊക്കെയോ അന്തർധാരകളുണ്ട്. അതിലിടയ്ക്ക് നമ്മുടെ ഈ അൻവർ എന്ന് പറയുന്ന വ്യക്തി കുറേ കാലം എന്തോ ആഫ്രിക്കയിൽ സ്വർണം കുഴിച്ചെടുക്കാനൊക്കെ നിയമസഭയിൽ ഹാജരാവാതെയാണ് പോയിരിക്കുന്നത്. എന്തിനാണ് ഇയാൾക്ക് ഇത്രയും വലിയ സ്വാതന്ത്ര്യമൊക്കെ ഈ മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്നത്? അപ്പോൾ മുഖ്യമന്ത്രിയും അൻവറും ഈ അജിത് കുമാറും തമ്മിലുള്ള ഈ ട്രയാങ്കിളിനുള്ളിൽ നിന്ന് പിന്നീട് ദാവൂദ് ഇബ്രാഹിമായിട്ട് ഇതേ അൻവറിനെ കൊണ്ട് ഈ നമ്മുടെ അജിത് കുമാറിനെ പറയിപ്പിക്കത്തക്ക അവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ പുറത്തു വരാനിരിക്കുന്ന കാര്യമാണ്. ഒരു പക്ഷേ അദ്ദേഹത്തെ ഈ പറഞ്ഞ മാതിരി കുറച്ച് നേരം കാലത്തേക്ക് മാറ്റി നിർത്തുമായിരിക്കാം എന്നല്ലാതെ അതിനപ്പുറം അജിത് കുമാറിനെ തള്ളിപ്പറയാനോ അജിത് കുമാറിനെ ഇനി ഇത്തരത്തിലുള്ള ക്രമസമാധാന ചുമതല നൽകാതിരിക്കാനുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാനോ മുഖ്യമന്ത്രി തയ്യാറാകുമെന്ന് നമ്മൾ ധരിക്കരുത്. കാരണം ഇന്നിപ്പോൾ നമ്മൾ കൂട്ടി വായിച്ച കാര്യങ്ങളിലൊക്കെ 50% സത്യമുണ്ടെങ്കിൽ പോലും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയും ഒരു ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന അദ്ദേഹവും ചെയ്യരുതാത്ത കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലെ കേരളത്തിൻ്റെ ജനാധിപത്യപരമായ ഭരണ സംവിധാനം 57 തുടങ്ങിയിട്ട് ഇന്ന് വരെയുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിയോ ഇത്തരത്തിലൊരു സർക്കാരോ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാനാവില്ല. കാരണം സ്വാഭാവികമായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ അദ്ദേഹത്തെ സർവീസിൽ നിന്നും മാറ്റി നിർത്തുകയാണ്, 6 മാസം കഴിഞ്ഞ് തിരിച്ചെടുക്കണം, അതൊക്കെ വേറെ കാര്യം. എന്നിരുന്നാലും അത് സംഭവിക്കുമെന്ന് ഉറപ്പ് പറയാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിലേക്കാണ്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ പോയിന്റ് പേരിലെ ചോദ്യം ഇതായിരുന്നു: അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയോ? അതേ എന്ന് 83% പ്രേക്ഷകർ, അല്ല എന്ന് 13%. പോയിന്റ് പേര് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.